സോ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിനെ കൊണ്ടാണ് അത്ര ടൈം എടുത്തത്. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് ഈ റിയാക്ഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, പറഞ്ഞു പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വൃത്തിയായിട്ട് കഴിഞ്ഞ വീഡിയോ പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് പെട്ടെന്ന് എഴുതി, നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എഴുതുക, വീഡിയോ പോസ് ചെയ്യുക, ആ ഒരു രീതിക്കായിരിക്കണം പോകേണ്ടത്. എന്നാലേ ഒരു പ്രോപ്പർ ലേണിംഗ് നടക്കത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ കുറേ എക്സാമ്പിൾസ് മൊത്തം നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന്. ഇങ്ങോട്ട് നോക്കൂ. CH3Cl നമുക്ക് നേരത്തെ പ്രൊഡക്റ്റായിട്ട് കിട്ടിയ ഒരു സാധനമാണ് CH3Cl എന്ന് പറയുന്നത്. ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്ത് കാണിച്ചു തരാം. CH3Cl എടുക്കുന്നു. ഞാൻ CH3Clനെ Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. നിങ്ങൾ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നത് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ പറ, ഇവിടെ എന്ത് സംഭവിക്കും? Clനെ നമുക്ക് എടുത്തു കളയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഹൈഡ്രജനാണ്. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഹൈഡ്രജനെ എടുത്ത് മാറ്റുന്നു, പകരം ക്ലോറിനെ എടുത്ത് വെക്കുന്നു. ഹൈഡ്രജനെ മാറ്റുന്നു, ക്ലോറിനെ എടുത്ത് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുക. അപ്പോൾ CH3-കകത്ത് 3 ഹൈഡ്രജൻ ഉണ്ട്. അതിലൊരു ഹൈഡ്രജനെ ഇങ്ങ് എടുത്ത് കളയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? CH2Cl എന്ന് കിട്ടും. ഇനി എടുത്ത് കളഞ്ഞ ഹൈഡ്രജന് പകരം ഇവിടെ ഇരിക്കുന്ന ക്ലോറിനെ തിരിച്ചെടുത്ത് വെക്കുക, അല്ലെ? ഒരു ഹൈഡ്രജനെ മാറ്റുന്നു, പകരം ഒരു ക്ലോറിനെ വെക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഒരു ക്ലോറിൻ ഇൻബിൽട്ട് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഒരു ക്ലോറിനൂടെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് Cl2 ആയിട്ട് മാറും. എടാ, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ CH3 ഉണ്ടായിരുന്നു, അതിൽ നമ്മളൊരു ഹൈഡ്രജൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്തായിട്ട് മാറി? CH2 ആയിട്ട് മാറി. ഇനി ആ ഹൈഡ്രജൻ എടുത്ത് കളഞ്ഞതിന് പകരം ഒരു Clനെ വെക്കുന്നു. ഇവിടെ ഓൾറെഡി ഒരു Cl ഉണ്ട്. ഒരു Cl വരുമ്പോൾ എന്തായിട്ട് മാറും? Cl2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ഇട്ടൂടാ? CH2Cl2. ഇതാണ് ആൻസർ. ഇനി ഇറങ്ങിപ്പോയ Hഉം ബാക്കിയുള്ള Clോട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? HCl ആയിട്ട് മാറും. സിമ്പിൾ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹൈഡ്രജൻ എടുത്ത് മാറ്റുക, പകരം ക്ലോറിനെ വെക്കുക. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നമുക്ക് ഈ കിട്ടുന്ന പ്രൊഡക്റ്റുകളെ വെച്ചെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകാം കേട്ടോ. ഞാൻ സപ്പോസ് നിങ്ങളുടെ പറയുകയാണ് CH2Cl2 എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അതിനോട്ടോട്ട് ക്ലോറിൻ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? വളരെ സിമ്പിൾ. ഹൈഡ്രജനെ എടുത്ത് കളയുക. CH2Cl2 അല്ലേ? അവിടെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് തന്നെ ആൻസർ ചെയ്യാൻ നോക്കണേ. CH2Cl2 അല്ലേ? അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്ത് കിട്ടി? CH കിട്ടി. CHCl2 എന്ന് കിട്ടി, ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി. ആ പോയ ഹൈഡ്രജൻ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോറിൻ വെക്കുന്നു. ഇവിടെ ഓൾറെഡി Cl2 ഉണ്ട്. ഒരു ക്ലോറിൻ വരുമ്പോൾ എന്തായിട്ട് മാറും? Cl3 ആയിട്ട് മാറും. CHCl3 പ്ലസ് ഇറങ്ങിപ്പോയ ഹൈഡ്രജനും ബാക്കിയുള്ള Clോട് ചേർന്നിട്ട് HCl. കിട്ടിയായിരുന്നോ? ആൻസർ കിട്ടിയായിരുന്നോ? യെസ്. അടുത്ത ഇത് വെച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. CHCl3 പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. പറ എന്ത് ചെയ്യണം? ഹൈഡ്രജനെ എടുത്ത് കളയുക, ക്ലോറിനെ വെക്കുക. ഹൈഡ്രജനെ എടുത്ത് കളയുക, ക്ലോറിനെ വെക്കുക. ഇവിടെ ആകെ ഒരു ഹൈഡ്രജൻ ഉള്ളൂ, അതിനെ എടുത്ത് കളഞ്ഞു. ഇവിടെ ആകെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ ഞാൻ എടുത്ത് കളഞ്ഞു. ഹൈഡ്രജൻ എടുത്ത് കളഞ്ഞു, ബാക്കി പകരം ഞാൻ ഒരു ക്ലോറിനെ വെക്കുന്നു. സോ CCl 3 ക്ലോറിൻ ഓൾറെഡി ഉണ്ട്. ഒരു ക്ലോറിനെ വെക്കുമ്പോൾ Cl4 പ്ലസ് HCl. ഈ HCl എന്ന് പറഞ്ഞാൽ ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ഇതാണ്. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഒന്ന് മുകളിലോട്ട് പോവാം. ഓക്കെ, എൻ്റെ ഡയർ ഇതാണ്. നെയിം ദിസ് കോമ്പൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിയായിരുന്നു. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിവിടെ ഒരു ആൻസർ കിട്ടിയായിരുന്നു. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ത്? ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ അല്ലേ? 2 ക്ലോറിൻ ആകുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഡൈക്ലോറോ. ഇത് എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലേ ഉള്ളൂ? മീഥേൻ. ഡൈക്ലോറോ മീഥേൻ. ഓക്കെ, ഇതിൻ്റെ പേരെന്താ? 3 ക്ലോറിനും 1 കാർബണും. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെ ആയിരിക്കും, കാരണം ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പോൾ 1 ട്രൈക്ലോറോ എന്ന് പറയും. ഇപ്പോൾ 1 ഇടേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ നേരെ ഡൈക്ലോറോ എന്ന് നേരത്തെ എഴുതിയത്. അപ്പോൾ ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരും? ട്രൈക്ലോറോ മീഥെയിൻ എന്ന് നമുക്ക് പേരിടാം.
ട്രൈക്ലോറോ മീഥേൻ. നിങ്ങളത് മറന്നു പോകും കേട്ടോ, എഴുതണേ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എഴുതണേ ഇത്. ഓക്കെ, ഇനി ഇതിൻ്റെ പേരെന്താ? യെസ്, ടെട്രാ ക്ലോറോ മീഥെയ്ൻ. അഥവാ 4 വരുമ്പോൾ ടെട്രാ എന്നാ പറയാം കേട്ടോ. അഥവാ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേര്. ഇതിന് ഓർത്ത് വെച്ചേക്കണം. കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ്. CCl4നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കാർബൺ ടെട്രാ ക്ലോറൈഡ്, CCl4. സോ ഇതിൻ്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് കാണാതൊന്നും പഠിക്കണ്ട. നിങ്ങൾ ആരും ഈ റിയാക്ഷൻ മൊത്തം അയ്യോ ഞാൻ കാണാൻ പഠിക്കണമെന്നോ അങ്ങനൊന്നുമില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ പേരുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അതേപോലെ ഈ ട്രൈക്ലോറോ മീഥേൻ ഉണ്ടല്ലോ, ഈ CHCl3, യവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മറ്റേ നമ്മൾ ബോധം കെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ? ക്ലോറോഫോം. അപ്പോൾ ക്ലോറോഫോം എന്ന് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. ഇതാണ് ക്ലോറോഫോം. ഓക്കെ, CHCl3 ആണ് ക്ലോറോഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.